ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ നമ്മൾ വെളുക്കാനുള്ള ടിപ്പൊക്കെയല്ലേ ചെയ്തത്. ഇന്നിതേ കറക്കാനുള്ള ടിപ്പാണ്. മുഖം അല്ല കേട്ടോ, നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കറക്കാനുള്ള അടിപൊളി നാച്ചുറൽ ഡൈ ആണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. നന്നായിട്ട് മുടിയൊക്കെ കറപ്പാകും. അപ്പോഴും നേരത്തതിൽ നിന്നും നല്ല മാറ്റമുണ്ട് എൻ്റെ മുടിക്ക്. കെമിക്കൽ ഡൈ ഒന്നും ഇതുവരെ സൂപ്പ് തേച്ചിട്ടില്ല. അമ്മയാണ് സത്യം, കെമിക്കൽ ഡൈ ഒന്നും ഇതുവരെ സൂപ്പ് തേച്ചിട്ടില്ല. ഇതേമാതിരിയുള്ള നാച്ചുറൽ ഡൈ ആണ് നമ്മൾ തേച്ച് കൊണ്ടിരിക്കുന്നത് കേട്ടോ. നാച്ചുറൽ ഡൈ ആണ് നമ്മൾ ഇതുവരെ തേച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്തതൊക്കെ പിന്നെ കാണിക്കാം. ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഓടിപ്പോയി ഒന്ന് നോക്കിയിട്ട് വാ. നമ്മുടെ ഈ നാച്ചുറൽ ഡൈ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാമോ. തയ്യാറാക്കി വെച്ചേക്കുകയാണ് ഞാൻ. ഓടിപ്പോയി ഒന്ന് കണ്ടിട്ടോ. തിരിച്ച് വരണേ എല്ലാവരും കേട്ടോ. നമുക്ക് ശംഖുപുഷ്പം ഡൈ ആണിന്ന് തയ്യാറാക്കുന്നത്. അപ്പോഴിതേ ഒരു 10-15 നമുക്ക് ഇത് ഇഷ്ടം പോലെ എടുക്കാം. എത്ര വേണമെങ്കിലും നമുക്ക് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എടുത്തിട്ടുണ്ട്. നാടൻ ചെമ്പരത്തി പൂവ്, അതിങ്ങനെ എതളായിട്ടിടണം. ആ പൂമ്പൊടി അതൊന്നും വേണ്ട നമുക്ക്. പിന്നെ വേണ്ടത് കറിവേപ്പില. അകാല നരയ്ക്ക് ഒക്കെ നല്ലതാണ്. നരയൊക്കെ തുടങ്ങി അവർക്കൊക്കെ ഇത് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഡൈ ആണ്. ഇത് 3 പേരെയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തുകൊണ്ട് വരാം. ഞാനൊന്ന് തിളപ്പിക്കട്ടെ. നമ്മൾ ചായയൊക്കെ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ശംഖുപുഷ്പവും നമ്മുടെ ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് 1 ഗ്ലാസ് ആക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് എടുക്കേണ്ടത് ഇവരെ 2 പേരെയും കൂടെ നമുക്ക് എടുക്കണം. നീലയമരി പൗഡറും പിന്നെ വേണ്ടത് നെല്ലിക്കപ്പൊടി കേട്ടോ. ഇവരെ 2 പേരെയും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം ഈ കൂട്ടത്തിൽ. പച്ച നെല്ലിക്ക കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. എന്താ ഈ പച്ച നെല്ലിക്ക ഇല്ല, അത് നമുക്ക് അരച്ച് ചേർക്കാം കേട്ടോ. നെല്ലിക്കപ്പൊടി പച്ച നമുക്ക് അരച്ച് ചേർക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്, ഒരു ഡൈ ആണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ഇതേമാതിരിയുള്ള പൊടിയൊക്കെ നോക്കി വാങ്ങിക്കണം. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള പൊടികളൊക്കെ നമ്മൾ നോക്കി വാങ്ങിക്കണം. നമ്മൾ നെല്ലിക്ക പൊടിയും നീലയാമരി പൗഡറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്ക് കുറേശ്ശെ നമ്മുടെ ഈ ചായ, ശംഖുപുഷ്പത്തിൻ്റെ ചായ നമുക്ക് കുറേശ്ശെ മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ചെയ്തിട്ടൊരു 6 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചേക്കണം. 6 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചേക്കണം. കുറേശ്ശെ വെള്ളമല്ല, നമ്മുടെ ഈ ചായ, ശംഖുപുഷ്പം ചായ കുറേശ്ശെ നമ്മളിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ നമ്മളിതുണ്ടാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരട്ടെ. കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ മിക്സൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂർ നമുക്ക് വെച്ചേക്കണം. ബാക്കി വന്ന ചായ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ചായ നമുക്ക് ഇത് കളയണ്ട. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മുടിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതാണ് മുടി വളർച്ചയ്ക്കും നല്ല മുടിക്ക് നല്ല കറുപ്പാകാനും ഒക്കെ നല്ലതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്കിത്. ഇന്നിപ്പം നമ്മൾ ഈ ഡൈ തേച്ചിട്ട് നിങ്ങൾക്ക് നാളെ നമ്മുടെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി, കളയണ്ട. നമുക്ക് 6 മണിക്കൂർ കഴിഞ്ഞ് കാണാം. എല്ലാവരും വന്നല്ലോ. എല്ലാവരും തിരിച്ചു വന്നെന്ന് വിശ്വസിക്കുന്നു. 6 മണിക്കൂറായി നമ്മൾ ഡൈ തയ്യാറാക്കി വെച്ചിട്ട് നല്ല കറുപ്പൻ കളറായി കണ്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും നമ്മുടെ അതിൻ്റെ പേര്
ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പേരങ്ങ് മറന്നു പോവും. ശംഖുപുഷ്പം പോവും. ഇവിടെ കറിവേപ്പിലയൊക്കെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു നല്ലൊരു ചായയൊക്കെ തിളപ്പിച്ച് നമ്മുടെ എന്തെങ്കിലും ചേർത്തേക്കുന്ന നെല്ലിക്കാപ്പൊടിയും നീലയമരി ഇലയുടെ പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളത് മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂർ ചെയ്ത് വെച്ചിരുന്നുണ്ടായി. അടിപൊളി കിടുക്കാച്ചയായിട്ട് നമുക്ക് കിട്ടി. നല്ല കളറുണ്ട്, നല്ല കളറ് കിട്ടി. നമുക്ക് ഇനിയും ഇത് ഇച്ചിരി ഒരു നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പം ഇച്ചിരി കട്ടയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചായ കളയരുത് കേട്ടോ. ആ ചായ കളയാതെ വെച്ചേക്കണം. എന്നിട്ട് ഇച്ചിരിയും കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ മുടിയിൽ നിന്ന് പിടിച്ചിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആ അധികം വന്ന ചായ നമുക്ക് നമ്മുടെ മുടിയിൽ ഇതേമാതിരിയുള്ള കുപ്പിക്കകത്തോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുടിയിൽ. വൈകിട്ടായി കേട്ടോ. ഇപ്പോൾ രാവിലെ ഞാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അതാ കണ്ടോ, അമ്പിളിയമ്മാവനല്ലല്ലോ, ചന്ദ്രനല്ലേ, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ എൻ്റെ മുടി കാക്കൂന്തലിൽ കൂടിയൊക്കെ വരുന്നു. എനിക്ക് എൻ്റെ പൊന്നെ അവിടെ നിൽക്കണം മര്യാദയ്ക്ക്. അപ്പോഴേ നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാൻ നല്ല കറപ്പാക്കുന്ന ഒരു വിദ്യയാണിത് കേട്ടോ. ശംഖുപുഷ്പം ഇല്ലാത്തവരെ ഓടിവാ, സുപ്പിൻ്റെ അവിടെ ഇഷ്ടംമാതിരി ശംഖുപുഷ്പം തൈയും പൂവും കായും എല്ലാം വളർത്തുന്നുണ്ട്. അപ്പോഴേ ഞാൻ എന്തായാലും ഇപ്പോഴേ കെമിക്കൽ ഡൈ ഒന്നും തേക്കുന്നില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അതിനാണ് സുപ്പു ഇങ്ങനെയുള്ള ചെമ്പരത്തിയും കറിവേപ്പിലയും തുളസിയും നമ്മുടെ വേറെ പനിക്കൂർക്കയില്ല, അത് വലിയ പാടാണ് ഇവിടെ പിടിച്ച് കിട്ടാൻ കേട്ടോ. എന്നാലും ഞാൻ അപ്പുറത്തെ ചേച്ചിയുടെ വേണമെന്നോ ഇപ്പുറത്തെ ചേച്ചിയുടെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ വാങ്ങിക്കും. എന്തായാലും ഇപ്പോഴേ ഞാൻ നമ്മുടെ കെമിക്കൽ ഡൈ ഒന്നും പരട്ടുന്നില്ല പിള്ളേർ കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളത് തേച്ച് നമ്മൾ നന്നായിട്ട് നമ്മുടെ മുടിയെ കറപ്പാക്കും. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് അടുപ്പിച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾ നോക്കി ഇവിടെ കാണാൻ നരയൊക്കെ ഉണ്ടോയെന്ന്. ആ നരയ്ക്കൊക്കെ ഒരു വ്യത്യാസം വന്നു കേട്ടോ. അങ്ങോട്ട് നരയ്ക്കൊരു മാറ്റമൊക്കെ വന്നു. സത്യമായിട്ടും അമ്മയാണോ സത്യം, കള്ളയാണയൊക്കെ പിടിച്ച് സത്യം ചെയ്യുന്നത്. പക്ഷേ അമ്മയാണല്ലോ ഏറ്റവും വലുത്. അപ്പോഴാ നരയ്ക്കൊക്കെ ഒരു ഇത് വന്നു കേട്ടോ. തുടർച്ചയായിട്ട് ചെയ്യണം, നമ്മൾ മടിച്ചിരിക്കാതെ തുടർച്ചയായിട്ട് ചെയ്യണം. ഇത് എന്ത് തന്നെയാണേലും. പക്ഷേ ഇത് നല്ലൊരു അടിപൊളി കിടക്കാച്ചി ഒരു ഡൈ ആട്ടോ. ഞാൻ തേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, തേച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടെ മുടിയുടെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോഴതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ മുടിയുടെ ഉള്ളിലൊക്കെയാണ് നര കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഈ പുറവശത്തൊക്കെ ഡൈ പരട്ടണമെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും സഹായം വേണം. കുശുംബം പാർട്ടികളാണ്. നമ്മുടെ നിറം മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? അവിടെ ഇരിക്കട്ടെ എന്ന് പറയും കേട്ടോ. ഇവിടെയൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെയാണ്. അവിടെ ഇരിക്കട്ടെ, വയസ്സായ നരയൊക്കെ വരും. ഞാൻ സമ്മതിച്ച് കൊടുക്കത്തില്ല. ഞാൻ പറയും എൻ്റെ നരയുടെ കളറ് മാറ്റണമെന്ന് ഞാനിവിടെ പറയും. അങ്ങനെയാണ് കേട്ടോ. അവരാരും ഇവിടെ ഇരിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നിങ്ങളും ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശംഖുപുഷ്പമില്ല, വെള്ള ശംഖുപുഷ്പമല്ല, നീല ശംഖുപുഷ്പം. ഒത്തിരി 6-7 അടുക്കുള്ള ശംഖുപുഷ്പമുണ്ട്. എനിക്ക് ഒറ്റ തട്ടിൻ്റെ ശംഖുപുഷ്പമുണ്ട് കേട്ടോ. ഇവിടാണ് നമ്മുടെ നര ആദ്യമായി വരുന്നത്. എനിക്ക് ഇവിടാണ് കേട്ടോ വരുന്നത്. നന്നായിട്ട് തേച്ച് പിടിക്കുക ഈ 2 സൈഡിൽ. പിന്നെ ഇവിടെ ഇങ്ങനെയാണ് ചെറിയ നര വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കും. പിന്നെ എണ്ണ ഒട്ടും ആവരുത് കേട്ടോ. രാവിലെ കുളിക്കുമ്പം തന്നെ എണ്ണ തലയിൽ ആക്കാതെ കുളിക്കണം. ഞാനിപ്പം രാവിലെ കുളിച്ചപ്പം തലയിൽ എണ്ണ ആക്കിയിട്ടില്ല കേട്ടോ. എന്നാലേ ഇതൊക്കെ പിടിക്കത്തുള്ളൂ. പിന്നെ ഏത് തന്നെയാണേലും കഴുകിയാൽ പോകത്തില്ലെന്ന് ആരും പറയത്തില്ല. വെളിച്ചെണ്ണ തേച്ചാൽ പോകുന്നു പിന്നല്ലേ. പക്ഷെ തുടർച്ചയായിട്ട് നമ്മുടെ മുടിയിലിട്ട് കൊടുത്താൽ തുടർച്ചയായി ഇതേപോലെ ഓരോ നാച്ചുറലായിട്ടുള്ള ഇങ്ങനെ ഡൈ പുരട്ടി കൊടുത്താൽ
നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടും. നരയൊക്കെ കേട്ടോ നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ മുടി വളർച്ചയ്ക്കും നല്ലതാണ് കേട്ടോ. നമ്മുടെ ചെമ്പരത്തി പൂവും ഈ ശംഖുപുഷ്പവും കറിവേപ്പിലയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മുടി വളർച്ചയ്ക്കും അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിച്ചൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എന്തായാലും ഒരു 2 മണിക്കൂർ ഇത് നമ്മൾ തേച്ചിട്ടിരിക്കണം കേട്ടോ. കഴിവതും ഒരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമ്മൾ തേച്ചിട്ടിരിക്കാൻ നോക്കണം. അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ എനിക്ക് ഇവിടൊന്നും ഇല്ല കേട്ടോ, ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ, അകത്തും ഒക്കെ ഉള്ളൂ. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞാനിപ്പോൾ അടുപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസമുണ്ട്. ഇത് മടങ്ങിയിരിക്കട്ടെ, തുമ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കെമിക്കൽ ഡൈയൊന്നും തേച്ച് നമ്മുടെ മുടിയുടെയും തലയുടെയും ഒന്നും ആരോഗ്യമൊന്നും നഷ്ടപ്പെടുത്താതെ, അല്ലേ കൊതുകെ, നാച്ചുറലായിട്ടുള്ള ഡൈയൊക്കെ തേച്ച് കറപ്പിച്ചു. ഒരു കൊതുക് എന്നെ വട്ടമിട്ട് ചുറ്റുന്ന, അതാ ഞാൻ കൊതുകിനോട് കാര്യം പറഞ്ഞു കേട്ടോ. ഇത് കട്ട കറുപ്പാവും, നമ്മൾ തേക്കുമ്പം തന്നെ മുടിക്ക് നല്ല കറുപ്പാവും. പിന്നെ തേച്ച് കഴുകിയൊക്കെ കഴിയുമ്പോഴത്തേന് നല്ല സൂപ്പർ കിടുവായിട്ടിരിക്കും നമ്മുടെ മുടിയൊക്കെ കേട്ടോ. ഇതേ സ്പൂണിനകത്ത് ഇരിക്കുന്നത് വരെ നമുക്കിത് തേക്കാം. നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. പരീക്ഷണമല്ല, ഇത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. പരീക്ഷണം എന്നാരും കരുതരുത്, ഇതൊക്കെ അടിപൊളി നമുക്ക് റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചേട്ടന്മാർക്കൊക്കെ ചെയ്ത് കൊടുക്കണം, പാവത്തുങ്ങളല്ലേ, അവർ വന്ന് കറുപ്പിച്ചൊക്കെ നടക്കട്ടെ. നമ്മൾ മാത്രം ഇങ്ങനെ കറുത്ത് നടന്നാൽ മതിയോ? കറുത്തല്ല, മുടിയൊക്കെ കറുപ്പിച്ചുകൊണ്ട് നടന്നാൽ മതി, പോരാ. ചേട്ടന്മാരും കൂടെ കറുപ്പിച്ചൊക്കെ നടക്കട്ടെ അല്ലേ. നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. മടിയന്മാർ ചേട്ടന്മാർ കാണും ഇവിടുത്തെ പോലെ കേട്ടോ. മടിയന്മാർ ചേട്ടന്മാരുണ്ടെങ്കിൽ ബാന്നേ, ഇല്ലെങ്കിൽ മിണ്ടത്തില്ലെന്നോ കൂട്ട് വെട്ടിയെന്നോ ഒക്കെ പറയാൻ മതി. എന്നിട്ട് അവരെ പിടിച്ചിരുത്തണം. എന്നിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണെന്ന് ചേട്ടന്മാരോട് പറയണം. ആര് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ സുപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സുപ്പ് പറഞ്ഞതാ, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ചേട്ടാ ഞങ്ങൾ ഇത് തേക്കാൻ തുടങ്ങിയത് എന്നൊക്കെ അങ്ങോട്ട് തട്ടി വിട്ടോണം കേട്ടോ. പിന്നെ സുപ്പിൻ്റെ കാര്യം അറിയാമല്ലോ, സത്യം മാത്രമേ ഈ കൊച്ചു പറയത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ. ചെയ്ത് നോക്കണം. അപ്പോഴേ ഇത് പുരട്ടി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴിയാൻ മതി കേട്ടോ. ഇത് നമുക്ക് ചെവിക്കകത്തൊക്കെ കയറിപ്പോകും. ഇത് നമുക്ക് തേച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, നിങ്ങളൊന്നും പേടിക്കണ്ട. മുടി തുണിയിലാവുമെന്നൊന്നും പേടിക്കണ്ട കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമോ. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ഒന്ന് കുളിച്ചതാണ്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് എന്തായാലും ഞാൻ മുടി കഴുകുന്നുള്ളൂ. അതുവരെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടുക്കാച്ചി ഡൈയാണ്. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം. ഞാൻ പറഞ്ഞില്ല, ശംഖുപുഷ്പം ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുപ്പുവിൻ്റെ അടുത്ത് വന്നാൽ ഇഷ്ടം പോലെ പൂവും തരാം, കായും തരാം, തൈയും തരാം കേട്ടോ. ഞാൻ ഒട്ടും കളയുന്നില്ല, അതെല്ലാം നമ്മളിവിടെ പെരട്ടും, ഒട്ടും കളയുന്നില്ല കേട്ടോ. ഇനി ഒരുപാട് നമുക്ക് നാച്ചുറൽ ഡൈ തേക്കാനുണ്ട് കേട്ടോ. സമയമൊന്നും കഴിഞ്ഞു പോയില്ല നമുക്ക്. എന്നാലും ഇത് നന്നായിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാനൊക്കെ മുടി കേട്ടോ. ഇതുവരെയൊക്കെ ഒരു പരിധി വരെ നമ്മൾ കറുപ്പാക്കിയെടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് കറുപ്പിക്കണം, നരയ്ക്കാൻ അനുവദിക്കരുത്. അത് തുടർച്ചയായിട്ട് നമ്മൾ ഇടണം. എന്നാലേ നല്ല വ്യത്യാസം ഉണ്ടാകും. 1 മാസമൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ഇതേമാതിരിയുള്ള നാച്ചുറൽ ഡൈ ഒക്കെ തേച്ച് കൊടുക്കാം. മുടി വളരാനും കറക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഇനിയും ഡൈയും ടിപ്പുമായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ.